നമസ്കാരം. ഡൽഹിയിലെ CJP പ്രക്ഷോഭത്തിൽ അന്തിമ വിജയം CJPക്കോ BJPക്കോ? യുവജനങ്ങളുടെ നേതൃത്വം നടന്ന ജന്തർ മന്തർ പ്രക്ഷോഭം അവസാനിച്ചിരിക്കെ ഈ ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തവുമാണ്. നീറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജെൻസി പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരുമെന്ന് BJPക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ആ രാജി മാക്സിമം വൈകിപ്പിക്കുകയാണ് പാർട്ടി ചെയ്തത്. പ്രക്ഷോഭം കൈവിട്ടു പോകും എന്നുറപ്പായതോടെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും രാജി എഴുതി വാങ്ങിക്കുകയും ചെയ്തു. ജെൻസി പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തന്നെ BJPയിൽ വിലയിരുത്തലുകൾ ശക്തമായി നടന്നിരുന്നു. പ്രക്ഷോഭത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ അലയടിക്കുന്ന വികാരത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി BJP ഒരു ആയുധമാക്കി മാറ്റിയത്. ജെൻസി പ്രക്ഷോഭത്തേക്കാൾ BJPക്ക് മുന്നിലുണ്ടായിരുന്നത് മണ്ഡല പുനർനിർണയ ബില്ലായിരുന്നു. ജെൻസി പ്രക്ഷോഭം കൈവിട്ടാൽ മണ്ഡല പുനർനിർണയ ബിൽ അടക്കമുള്ളവ അവതരിപ്പിക്കാനും വിജയിപ്പിക്കാനും കഴിയില്ലെന്ന കണക്കുകൂട്ടലിലായിരുന്നു പാർട്ടി. ഓഗസ്റ്റ് 13 വരെയാണ് പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനം നടക്കുന്നത്. ഇതിനിടയിൽ മുന്നറിയിപ്പുകളില്ലാതെ തന്നെ മണ്ഡല പുനർനിർണയ ബിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. ബിൽ പാസാക്കാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും 2/3 ഭൂരിപക്ഷം വേണമെന്നത് BJPക്ക് വലിയ തലവേദനയായിരുന്നു. എന്നാൽ പാർട്ടികൾ പിളർത്തിയതോടെ BJPക്ക് അനുകൂലമായ അന്തരീക്ഷം ഇപ്പോൾ ഇരുസഭകളിലുമുണ്ട്. ഏതു ബില്ലും നിയമ ഭേദഗതിയും പാസാക്കിയെടുക്കാമെന്ന ആത്മവിശ്വാസവും പാർട്ടിക്കുണ്ട്. എന്നാൽ CJP സമരം കാരണം മൺസൂൺ സമ്മേളനത്തിൻ്റെ തുടക്കത്തിലെ BJPക്ക് കാര്യങ്ങൾ അനുകൂലമല്ലാത്ത അവസ്ഥയാണ് വന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചോദ്യപേപ്പർ ചോർച്ച കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിയമനിർമ്മാണങ്ങൾ നടത്തിയതും സമരത്തെക്കുറിച്ച് നിശബ്ദനായിരുന്ന നരേന്ദ്രമോദി രാത്രിയിൽ വീഡിയോ സന്ദേശം പുറത്തിറക്കിയതും. ചർച്ചയിൽ CJPയുടെ ആവശ്യങ്ങൾ മുക്കാലും അംഗീകരിച്ചതും. ഇതിനു മുൻപ് BJPയെ കുഴപ്പിച്ചത് കർഷകരുടെ സമരമായിരുന്നു. കോൺഗ്രസും ഇടതു പാർട്ടികളും കർഷക സമരത്തിൻ്റെ ക്രെഡിറ്റ് കൈവശപ്പെടുത്തുമെന്നായപ്പോൾ സുപ്രധാനമായ 3 നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ടാണ് കർഷക സമരം അന്ന് BJP അവസാനിപ്പിച്ചത്. ഇക്കുറിയും BJPയുടെ മുതിർന്ന നേതാക്കളായ JP നദ്ദ അടക്കമുള്ളവർ രംഗത്തിറങ്ങി CJPയുമായി ധാരണയിലെത്തുകയും ചെയ്തു. മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കിയെടുക്കാൻ ഇക്കുറി കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാനെ ബലി നൽകിയിട്ടായാലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞുവെന്ന് പാർട്ടിക്ക് ആശ്വസിക്കാം.